വെച്ചിട്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സമയം. ഇതിനൊരു ഡ്രാഫ്റ്റാണ് നമുക്ക് ഇതിന്റെ കോർ യോഗങ്ങളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്ത് നമ്മുടെ വിദ്യാലയത്തിൽ നടത്തുന്ന നിരവധി അനുബന്ധ പ്രവർത്തനങ്ങളുമായി ചേർത്തിണക്കി ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ മുഴുവനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആകെ തലക്കെട്ടിന്റെ പേരാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. അപ്പൊ അതില് നമുക്കറിയാം നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിരവധി സർക്കാർ തല പദ്ധതികൾ വരികയും അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങളിൽ ഒന്നായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചു. അതിനുശേഷം വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ അക്കാദമിക സൗകര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വിദ്യാകേരളം എന്ന അതിന്റെ ഉപവിഭാഗം രൂപപ്പെടുകയാണ്. ആ രീതിയിൽ നമ്മൾ കണക്കാക്കുമ്പോൾ അതിന്റെ 3ാം ഘട്ടത്തിന്റെ പേരാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിദ്യാകേരള പദ്ധതി. അതിന്റെ തുടർ പരിപാടി ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ ഭൗതിക സാഹചര്യങ്ങൾ ധാരാളം വർദ്ധിച്ചുകൊണ്ട് അക്കാദമികപരമായ പ്രവർത്തനങ്ങളിൽ മുന്നിലുള്ള ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി മുതൽ തന്നെ അതിന്റെ സംസ്ഥാനതല യോഗങ്ങളുടെ പാറ്റേൺ നമ്മൾ മാർച്ചിൽ അതിന്റെ പ്രാഥമിക യോഗങ്ങൾ സെമിനാറുകളുടെ പ്രവർത്തനം പഞ്ചായത്ത് രൂപീകരിക്കേണ്ട നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിദ്യാകരണം തുടർന്ന് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടർച്ചയാണ് ഇതില് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിനൊന്നും തുറന്നു പറയുന്നതല്ല, അക്കാദമികവും ഭൗതികവുമായ മികവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് അക്കാദമികവും ഭൗതികവുമായ മികവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇനി അതിന്റെ സൂചനകളായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വർഷത്തെ അക്കാഡമിക് മാസ്റ്റർ. ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ നമ്മള് പല വിദ്യാലയങ്ങളും വളരെ ഭംഗിയായി പാദവാർഷിക മൂല്യനിർണ്ണയം വരെ, അർദ്ധവാർഷിക മൂല്യനിർണ്ണയം വരെ, വാർഷിക മൂല്യനിർണ്ണയം വരെ, സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അവധിക്കാല പ്രവർത്തനങ്ങൾ ആ രീതിയിൽ നമ്മൾ അക്കാദമിക കലണ്ടർ വിദ്യാലയത്തിലെ തനത് പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളുമായി നമ്മൾ തയ്യാറാക്കി. അതിന് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, മികവ് ഓരോ കുട്ടിയിൽ നിന്നും ആരംഭിക്കണം. വിദ്യാലയത്തിൽ നമ്മൾ മികവുകൾ പല രീതിയിലുള്ള മികവ്, പക്ഷെ അതിന് ഓരോ കുട്ടിയുടെയും മികവിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്നത് ഫോക്കസ്, ഏറ്റവും അടിസ്ഥാന ബിന്ദു എന്ന് പറയുന്നത് ഒരു കുട്ടി. രണ്ടാമത്, നമ്മളൊരു പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് കുട്ടിയെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ഈ 2 കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ട് കണ്ടെത്തുന്നത്. ഒന്ന്, മികവ് ഓരോ കുട്ടിയിലും. 2, കുട്ടിയെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. ഇനി അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഏതെല്ലാം കുട്ടികൾ ഏതെല്ലാം പരിഗണന കൊടുക്കുന്നതാണ് നമുക്ക് കൊടുക്കുന്നത്. ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെവിടെയുമുള്ള കുട്ടികൾ നിശ്ചിത പ്രായത്തിൽ ആർജിക്കുന്നു. 12 വയസ്സായ ഒരു കുട്ടി ഇന്ത്യക്ക് പുറത്ത് നേടുന്ന എന്തെല്ലാം ശേഷി, ആ ശേഷികൾ ഇന്ത്യക്കകത്ത് അതേപോലെ കേരളത്തിൽ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികളുണ്ടാകും. 12 വയസ്സുള്ള അങ്ങനെ വരുമ്പോൾ 2 കാര്യങ്ങളെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പഠനപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഒന്ന്, കുട്ടിയുടെ കഴിവ്, എബിലിറ്റി. 2, കുട്ടിയുടെ സ്കില്ല്, ഈ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യും. കഴിവ് പല കുട്ടികൾക്കും പല രീതിയിലുള്ള കഴിവുണ്ട്. എന്നാൽ നൈപുണ്യം എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ ഏറ്റവും നല്ല സ്കിൽസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് പഠന പ്രവർത്തനത്തിലോ അത്തരത്തിലോ മാനങ്ങളോ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇതിന് 2നെയും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് സമഗ്ര ക്ലാസ് എബിലിറ്റി ആൻഡ് സ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനൊരു ഉദാഹരണം പറയുന്നു. ഇപ്പോ SSK എല്ലാ ഉപജില്ലകളിലും എല്ലാ ബ്ലോക്കുകളിലും പുതിയ പ്രവർത്തന പദ്ധതി ആരംഭിച്ചു. അനന്തപൂരിൽ തുടക്കം കൊടുത്തിയ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ 20 ലക്ഷം രൂപ മുൻകൂറായിട്ട് അതിനെ എന്നുവെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൊടുത്തത് NSQF-ഉമായിട്ട് മെർജ് ചെയ്ത് അതുപോലെ ഹയർ സെക്കൻഡറി ഏകീകരണ പദ്ധതി വിദ്യാഭ്യാസ മേഖല നടക്കാൻ പോകുന്ന പ്രവർത്തനം. അപ്പൊ അത് വരുന്ന സമയത്ത്
കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റിനുള്ള പ്രത്യേക പരിശീലനം അതുപോലെ തന്നെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാസം 30 ദിവസം പ്രിപ്പറേഷൻ കൊടുത്തുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ള പർച്ചേസിംഗിന്റെ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ സ്കിൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിങ്ങനെ വ്യാപിക്കും. ഇപ്പൊ നമ്മൾ സെക്രട്ടറിയുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ ചെയ്തിരുന്നത് അതും ആരംഭമായിട്ട് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസിന്റെ പദ്ധതിയുടെ അപ്പൊ അത് ഒരു പ്രധാന ലക്ഷ്യങ്ങളാണ്. മുൻകൂറായിട്ടാണ് ഇതിന്റെ പൈസ അഡ്വാൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും ഇനി ഓരോ വിദ്യാലയങ്ങളിലേക്ക് ചേർന്നുകൊണ്ട് ഇതിന് വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അതിന്റെ സംഘാടക സമിതി ആവശ്യം. ഇതിന്റെ ലക്ഷ്യങ്ങളെ നമ്മളൊന്ന് ചുരുക്കി പറയുമ്പോൾ ഓരോ പോയിന്റുകളായിട്ട് ഇതിന്റെ വായിച്ചിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കിയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നായിരുന്നു ഇതിന്റെ ആഗ്രഹം. അത് കൊണ്ടുവരാതിരുന്നതായി. കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ ക്ലിയർ ആവും. മറ്റൊന്ന് SSK സംബന്ധിച്ച് ഏറ്റവും തിരക്കുള്ള സമയമാണ്. ഇപ്പോ മാസത്തിൽ 7 മരണങ്ങളാണ് അപ്പൊ അതിൽ 5 പോയി കുറച്ച് തിരക്കുള്ള സമയമായതുകൊണ്ട് അതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. എന്തായാലും നമ്മൾ സംസാരിച്ചു പോയാൽ ഇതൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആധികാരികമായ ഒരു രേഖ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ പ്രധാന വസ്തുതകൾ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഇമെയിൽ ആയിട്ടും ടീച്ചർക്ക് കൈമാറാം. അത് ഏറ്റവും രൂപീകരിച്ചുകൊണ്ട് ഒരു കരട് രേഖ എല്ലാ അധ്യാപകരുടെയും കയ്യിൽ ഉണ്ടായിരിക്കുന്നതായി നമ്മൾ എഴുതിയെടുക്കാൻ നിങ്ങൾ പോയാൽ അത്തരമൊരു സംവിധാനം പിന്നീട് ചെയ്യുമെന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചർച്ച ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ക്രോഡീകരിച്ചിട്ടുണ്ടാക്കി പ്രധാന ലക്ഷ്യങ്ങൾ എന്നുള്ളത് എല്ലാ പരിമിതികളെയും മറികടന്ന് അത് ഇന്നത്തെ പ്രദേശമാണ്. എല്ലാ കുട്ടിക്ക് ലോക്കോമോട്ടീവ് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ പരിമിതികളെയും മറികടക്കുക എന്നുള്ളതാണ് ഒന്നാമത്. 2, അതിജീവനത്തിനുള്ള ശേഷി കുട്ടി നേടിയെടുക്കുന്ന രീതിയിലുള്ള 2016 മുതലത്തെ ഹോക്കി, പ്രളയം, ഉൾക്കൊണ്ടൽ, അതുപോലെ വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടക്കൈകളുള്ള അവിടെയുള്ള കുട്ടികൾക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്നു. ആ അതിജീവനത്തിന് എന്തെല്ലാം നമുക്ക് കാലാവസ്ഥയുടെ പ്രതികൂലമാകും. അത് അതിജീവനത്തിന്റെ ഭാഗമാക്കിയാണ് കുട്ടികളെ ചേർത്ത് അവർക്ക് കൂടി സമഗ്രമായ വിദ്യാഭ്യാസം കാര്യം അത്തരം ഘട്ടങ്ങളിൽ അത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നല്ല, അതുകൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നത്. 3, യുക്തിചിന്ത സ്വീകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ സ്വീകരണ ആവശ്യമില്ല. കുട്ടികളുടെ നാഷണൽ തിങ്കിങ് ഭാഗം സ്വതന്ത്ര ചിന്ത, സ്വതന്ത്രമായി ചിന്തിക്കാൻ അറിയാം. നമുക്ക് പ്രസ്താവന രീതിയിൽ സ്വാധീനം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി നിഗമനങ്ങൾ കണ്ടെത്തി അതിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ പണ്ട് നമ്മളൊക്കെ 50% അധ്യാപകർ സമാധാനത്തിനിടെ അപ്പോഴാണ് എല്ലാം പറഞ്ഞത് ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ പുറത്താക്കിയത്. കുട്ടി പുറത്തായിരിക്കും. കുട്ടി ചോദിച്ച ചോദ്യം ക്ലാസ്സിലോട്ട് എഴുതി. അതുകൊണ്ട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട്. അത് നടക്കുന്ന കുട്ടി നേടുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ചേർത്ത് കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. 5ാമതായിട്ട് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. അത് ഓരോ കുട്ടികൾക്കും നന്നായിട്ട് പാട്ട് പാടാൻ കഴിയാത്തവരും ചിത്രം വരയ്ക്കാൻ കഴിയാത്തവരും നന്നായി പ്രസംഗിക്കാൻ കഴിയാത്തവരും നല്ല പഠിക്കുന്ന കുട്ടി വേദിയിൽ വന്നിട്ട് പറയാൻ പറ്റും. അവർക്കൊക്കെ അവസരങ്ങൾ നൽകിക്കൊണ്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാലയത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലും മേളകളിലും ഒക്കെ ആ കുട്ടികളെ ഫോക്കസ് ചെയ്ത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സവിശേഷ കഴിവുകൾ പ്രകടിപ്പിക്കും. നമുക്കറിയാമല്ലേ, 12 വയസ്സായ കുട്ടി മയമായി ഏറ്റവും ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പിലൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന സവിശേഷമായ കഴിവുകളുണ്ട്. നമ്മള് വയനാട് ഒരു ടേബിളിൽ താളം വെച്ചൊരു കുട്ടി അച്ഛനായി ലഭിച്ചു. എത്രയോ ലക്ഷം ആളുകൾ അതിനെ കണ്ടു. അതിനൊരു നവമാധ്യമങ്ങളുടെ പ്രചാരം എന്ന രീതിയിലാണ്. അങ്ങനെ സവിശേഷമായ കഴിവുള്ള പല കുട്ടികളും നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് അത്തരം മേഖലകളുമായി ബന്ധപ്പെടുത്താവുന്ന പ്രവർത്തനങ്ങൾ 7, പ്രത്യേക അഭിരുചികൾ കണ്ടെത്തി ഓരോ കുട്ടികളും അവരുടെ കഴിവനുസരിച്ച് ടീച്ചർമാരെ കണ്ടെത്തുന്ന പ്രത്യേക അഭിരുചികൾ ഉണ്ടാവും. അവരുടെ ആക്ടിവിറ്റികൾ അത് നടത്തി അവർക്ക് ആവശ്യമായ രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ. പലതും സാമൂഹ്യ നീതി നമുക്കറിയാം. ഏകജാലകം വന്നതോടുകൂടി സാമൂഹ്യ നീതി നമുക്ക് നടത്താം. അതുപോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണ സ്കോളർഷിപ്പ് പദ്ധതി അത്തരം കാര്യങ്ങളൊക്കെ ഏതാണോ കുട്ടിക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സംവിധാനങ്ങളോ പിന്തുണ സംവിധാനങ്ങളോ
ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന കുട്ടികളുടെ അവകാശങ്ങൾ നോക്കി അവരുടെ കുടുംബ വരുമാനം APL ആണോ TPL ആണോ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഭരണഘടന കുട്ടികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിന് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. 9 കുട്ടിയുടെ പഠന സാഹചര്യങ്ങളെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സ്വതന്ത്രരായി പഠിച്ച് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നവരാണ്. വീടിന്റെ അന്തരീക്ഷം പല രീതിയിലും കലുഷിതമായിരിക്കാം, ചിലപ്പോൾ കൂടുതൽ സൗകര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടി അവിടെ ചെയ്ത് കഴിഞ്ഞ് ഇത് വിഭാവനം ചെയ്യുന്നത് കൂടുതൽ 12 വരെയുള്ള കുട്ടികൾ 10ാം ക്ലാസ് സമഗ്ര പൊതുമേഖലാ വിദ്യാഭ്യാസ പദ്ധതി ഫോക്കസ് ചെയ്ത് 1 to 12 മാർച്ച് നമ്മളെപ്പോഴും ഞാൻ കാണുന്ന കാഴ്ചയുണ്ട്. ഫസ്റ്റ് പഠിക്കുന്ന കുട്ടി സ്കൂളിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാൽ വേഗം പഠനം അവർ അർത്ഥമായി അവന്റെ കുടുംബ വരുമാനത്തിന്റെ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ പഠന പ്രവർത്തനങ്ങളും അവരുടെ പിന്തുണ സംവിധാനങ്ങൾ നമുക്ക് വെക്കണം. വളരെ വൈകാരികമായ കാരണം പഠനം കൂടെടുത്ത് വെച്ച് അധ്യാപകർ നേരിടുന്ന നമ്മൾ വെക്കണം. അത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ സമീപനങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. 10 കൂടുതൽ വൈവിധ്യമാർന്ന പഠന രീതികൾ ആരംഭിക്കും. പാഠപുസ്തകം വഴി പുസ്തകത്തിനപ്പുറം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും അതുപോലെ തുടർ പഠന കേന്ദ്രങ്ങൾ, അയ്യങ്കാളി പഠന കേന്ദ്രങ്ങൾ, പ്രതിഭാ പഠന കേന്ദ്രങ്ങൾ, പ്രതിഭാ കേന്ദ്രങ്ങൾ, അതുപോലെ വിഭാഗം കുട്ടികൾ ഒന്നിച്ചു വന്നിരുന്ന് പഠിക്കാൻ ബ്ലോക്കിന്റെ സഹായത്തോടെ ചെയ്യുന്ന അയ്യങ്കാളി പഠന കേന്ദ്രങ്ങൾ, അത്തരം കേന്ദ്രങ്ങളിലൊക്കെ ഈ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ വരുന്നുണ്ടോ, ആ സൗകര്യങ്ങളെ കുട്ടികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന രീതിയിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 11 പഠന വേഗത തിരിച്ചറിയുക. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ പ്രവർത്തനം കൊടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഒരേ വേഗതയിലാണ്. ചില കുട്ടികൾ വളരെ പെട്ടെന്ന് പ്രവർത്തനം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ടേബിൾ എക്സാമിനൊക്കെ കാഴ്ചവെക്കുന്ന കുട്ടികൾ കുറച്ച് മെല്ലെയായിരിക്കും ഓൾറെഡി വരുന്നത് മറ്റു പ്രൊഫഷനുകൾ. അപ്പൊ അവരുടെ പഠന വേഗത മനസ്സിലാക്കിയിട്ട് ആളുകളുടെ വീണ്ടും ഒന്നുകൂടെ കൂടി പറയണം. 13ാമത് പഠനത്തിനുള്ള ഗാർഹിക അന്തരീക്ഷം നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠന സൗകര്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റു കഴിക്കുന്ന സൗകര്യങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ നേരിടുന്ന കുട്ടിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള അപ്പോ എല്ലാ പഞ്ചായത്തിലും പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അവർക്ക് ആവശ്യമായ പെർമിഷനുകൾ, അവർക്ക് ആവശ്യമായ അതുപോലെ തന്നെ പഠന സാമഗ്രികൾ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിനെ പറ്റി അതുപോലെ അവരുടെ നല്ലത് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ലഭ്യമാണ്. സമീപകാലം നവംബർ 30 മുമ്പ് നമുക്ക് ആ കുട്ടികളെ അവർക്കൊക്കെ അടുത്ത ജൂണാകുമ്പോഴേക്കും ആവശ്യമായ രീതിയിൽ സ്റ്റഡി ടേബിൾ വേണ്ട പഠന സൗകര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുട്ടികളെ അത്ര സൗകര്യങ്ങൾ ലഭ്യമാകാനുള്ള സംവിധാനം നമ്മുടെ ഭാഗത്ത് കുട്ടിയുടെ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കൂടുതൽ നമുക്ക് വിശീലിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഗിരിവർഗ മേഖലയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പറയുകയുണ്ടായി, ഒരു കുട്ടി 7 ദിവസം പരാതി 7 ദിവസം പരാതി ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ബന്ധുക്കളൊക്കെ 6 7 ദിവസം അപ്പോ വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ എഴുതാവുന്ന ഒരു വിവേക് മെച്യൂരിറ്റി സെലിബ്രേഷൻ ആണ്. അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം. ഇതിന്റെ ഭാഗമായ കുട്ടികൾ അവർക്ക് ഏറ്റവും പ്രധാനമാണ്. പക്ഷെ അവിടെ പരീക്ഷയോ മറ്റു രീതിയിലുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം നടത്തുന്നത് അവിടെ സാമൂഹികപരമായ നാടിനെ ഇതിന്റെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകളുമായി അവർക്ക് ചെയ്യുന്ന ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യണം എന്നുള്ളതാണ്. പഠന ഇന്ദ്രിയാനുഭൂതി നമുക്കറിയാം. ഈ പഠന മികവ് എന്നുള്ളത് നമ്മുടെ നേരെ മാർക്കിലേക്കും അതുപോലെ തന്നെ ഗ്രേഡിലേക്കും മാത്രമാണ്. നമ്മുടെ നന്നായി സുഗന്ധമുള്ള ഒരു 5 6 വസ്തുക്കൾ അല്ലെങ്കിൽ 10 സാധനങ്ങൾ നമ്മൾ കെട്ടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കറിവേപ്പിലയായിരിക്കും, കൂടുതൽ നാരങ്ങയിലായിരിക്കാം, കൂടുതൽ ശർക്കരയായിരിക്കും, ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഒരു കുട്ടിയെ കണ്ണും കെട്ടിയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു പോയാൽ ആ കുട്ടിയുടെ കൂടെ ആദ്യം പഠിച്ചത് കാപ്പിക്കുടിയായിരുന്നു, രണ്ടാമത് കറിവേപ്പിലയായിരുന്നു, മൂന്നാമത് മല്ലിയിലായിരുന്നു, ഇതൊക്കെ കുട്ടിയായിട്ട് പറയും. അവരെ നമ്മളിങ്ങനെ മാറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ഒരു ഊരിൽ പുറത്ത് ഈ ഊരപ്പുറത്ത് നമ്മളൊരു 10 ശബ്ദങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വെക്കുന്നത് ഒരു വെല്ലടിക്കുന്നത് അല്ലെങ്കിൽ ഒരു പേര വീഴുന്നത്, പ്ലാസ്റ്റിക് കപ്പ് വീഴുന്നത്, കുറച്ചരക്കുന്നത്, ചുമയ്ക്കുന്നത്, ചിരിക്കുന്നത്, ഈ കുട്ടികളെ ചോദിച്ചാൽ അവിടെ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു കുട്ടിയോട് നടന്നുകൊണ്ട് വരാനുള്ള പേര് നടന്നത്
ആ നടന്നു തിരി എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ കാരണം അവരൊന്നും നോക്കിയില്ല. പക്ഷെ മറ്റൊരു കുട്ടിയോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേസ്റ്റിന്റെ ട്യൂബ് കളഞ്ഞിട്ടു, അല്ലെങ്കിൽ പേന കളഞ്ഞിട്ടു, ഒരു കരിയില കളഞ്ഞിട്ടു, ചെണ്ട കളഞ്ഞിട്ടു. ഞാൻ പറഞ്ഞത് ഇതെല്ലാം കണ്ടുവരുന്ന കുട്ടി ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അപൂർണ്ണമാണ്. കാഴ്ച, കേൾവി, സ്പർശം, എന്താ ഇങ്ങനെ ഇന്ദ്രിയാനുഭൂതിയിലുള്ള ഒരു പഠനം കുട്ടികളാണ്. അപ്പോ അത്തരം അനുഭവങ്ങൾ കുട്ടികൾ ലഭ്യമാക്കുന്ന രീതിയിൽ പഠനപ്രവർത്തനങ്ങൾ നമ്മുടെ സാമൂഹികമാക്കുന്നതിനൊക്കെ ഇന്ദ്രിയാനുഭൂതി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാനസിക നില തിരിച്ചു നേരത്തെ സൂചിപ്പിച്ചതാണ്. വൈകാരികമായ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിദ്യാലയത്തിൽ ഹൈസ്കൂളാണെങ്കിൽ കൗൺസിലേഴ്സ് ഉണ്ട്, കൗൺസിലിംഗ് പേരാക്കി മാനസികമായി അവരുടെ വീട്ടിലെ മാനസിക സമ്മർദ്ദങ്ങളോ സാമ്പത്തികമായ പരാധീനതകളോ മറ്റ് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കളോ പ്രശ്നങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഗോത്രം, വേഷം, ഭക്ഷണം, ആചാരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ചില ആഘോഷങ്ങൾ ചടങ്ങുകളൊക്കെ 15 ദിവസം കഴിയുള്ളൂ. അവർക്ക് ഒരു കുട്ടികളായാൽ അതിലൊരു വീട്ടിൽ എഴുതിയ സ്കൂളിൽ പോയി അങ്ങനെ ആചരിച്ചിരിക്കുന്ന കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസം അക്കാദമിക് അതൊരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ അത്തരം കുട്ടികളെ ആത്മായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്തിരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. മറ്റൊന്ന് തീരദേശ ജീവിതം. അത് നമ്മൾ നേരത്തെ പറയുന്നത് ജീവിത മേഖലയിലും അതുപോലെ മറ്റു ജീവിത സമുദായങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് തീരദേശത്ത് വരുന്നത് മലനാടൊക്കെ പരിചിതമല്ലെങ്കിൽ ഈ കൊല്ലം അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിലുണ്ടാകുന്ന ചില താർക്കികമായ ചില പശ്ചാത്തലങ്ങളൊക്കെ കുട്ടികൾക്ക് പൂർണ്ണമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വീട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിയാതെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന് പിന്നോക്കക്കാരുടെ ജീവിത രീതി. ഞാൻ നേരത്തെ പറഞ്ഞു മരണം, അതുപോലെ തന്നെ വിവാഹം, കല്യാണം, ഓരോ കാര്യങ്ങളിൽ വരുന്ന ആചാരങ്ങൾ ദിവസങ്ങളോളം ക്ലാസ്സിൽ നീണ്ട അവധി എടുക്കുക. ആ കുട്ടി ഓരോ കുട്ടിയും യൂണിറ്റായി കാണുന്നത്. ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന രീതിയിൽ നമ്മുടെ വിദ്യാലയ പിന്തുണാ സംവിധാനങ്ങളായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് 21 ഇതര സംസ്ഥാന ടൂർണമെന്റ് വളരെ പ്രധാനപ്പെട്ട ആ സ്കൂളില് 5 പേര് കച്ചിക്കോട് 2 ഡിവിഷൻ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. ആ ഒരു രീതിയിൽ അവർ വരുമ്പോൾ അവരുടെ ഭാഷ, വേഷം, ജീവിത രീതി, അവരുടെ പഠന രീതി, ഈ ഭാഷ പ്രത്യേകിച്ച് പറയാനുള്ള അവരുടെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റീസ് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. പാട്ടുകൾ പാടി, പാട്ടുകൂട്ടങ്ങൾ ഉണ്ടാക്കി, പാട്ടുകൂട്ടങ്ങൾ ഉണ്ടാക്കി, എഴുത്തുകൂട്ടങ്ങൾ ഉണ്ടാക്കി അവരെ പരിശീലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ എൻറോൾമെന്റിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരെ കൂടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാനുള്ള പ്രവർത്തനങ്ങൾ 22 ഭാഷാ ന്യൂനപക്ഷങ്ങൾ. ഈ ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ നമുക്കറിയാം തമിഴ്, ചിറ്റൂര്, കൊല്ലംകോട്, അട്ടപ്പാടി, പട്ടത്തുകാട് സ്കൂളിൽ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ എല്ലാ മേളകളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ചോദ്യപേപ്പർ, അവർക്ക് ആവശ്യമായ NSS, USS, അതുപോലെ തന്നെ NNMS അത്തരം പരീക്ഷകളൊക്കെ അവർക്ക് എഴുതുന്ന സമയത്ത് അവരാവശ്യപ്പെട്ട ഒരു മാധ്യമം നമുക്ക് ലഭ്യമാക്കുന്ന മാധ്യമത്തിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ അതിനുള്ള പുരസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ കലോത്സവം നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ 3 സബ്ജക്റ്റുകൾ വളരെ സജീവമായി അവരെ കൂടെ ചെയ്യണം. ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇതിനെ കൂടെ അഡ്രസ് ചെയ്യുന്ന ഒരു സമീപനം 23 ജെൻഡർ നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ മുമ്പ് പൂരിപ്പിക്കുമ്പോൾ മേലോ ഫിമെയിലോ അടിപൊളി നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ അവരെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവർക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ജെൻഡർ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഈ ഭിന്നലിംഗക്കാരെ മാറ്റി നിർത്താമോ അല്ലെങ്കിൽ പെൺകുട്ടി എന്ന രീതിയിൽ ഒരു വിവേചനം പൂർണ്ണമായി എല്ലാവരെയും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസത്തെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. 24 ഓപ്പൺസ് പറയുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛൻ കൊണ്ടുവരായിരിക്കാം. മറ്റുമല്ലെങ്കിൽ മറ്റു വിശ്വാസത്തിന്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കുന്ന 50 പേരും അനാഥാലയത്തിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കാം. അതുപോലെ പ്രീവെഡിങ് ഹോസ്റ്റലുകളും അവരോടൊക്കെ നമ്മൾ വീഡിയോ മീറ്റിംഗ് അല്ലെങ്കിൽ
പറയുമ്പോൾ കുട്ടികളിൽ നിന്ന് നമുക്കറിയാം വരാൻ കഴിയും. അപ്പൊ അവരെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ആ കുട്ടികളെ എന്ത് ചെയ്യണം, ഹോസ്റ്റലുകൾ പിരിക്കുന്നു അല്ലെങ്കിൽ അനാഥാലയങ്ങൾ പിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ അങ്ങോട്ട് ചെന്ന് ആ കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ആ ഒരു സംവിധാനം ഈ 40 ഒരു കുട്ടിയുടെ രക്ഷിതാവ് വന്നില്ലെങ്കിൽ ഇങ്ങനെ വരാത്തൊരു 10-20 കുട്ടികൾക്ക് അവരെല്ലാവരും ഒരുമിച്ച് വരുന്നത് എവിടെയാണ്? ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്ന രീതി സ്ഥിര രോഗികൾ വളരെ അധ്യാപക പരിശീലനങ്ങൾ വേണ്ട കുട്ടികൾക്ക് ഷുഗർ വളരെ അതുപോലെ എപ്പിലെപ്സി, ചുഴലി, സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മൾ ഒരു ബയോഡാറ്റ പറയുന്നുണ്ട്, ഒരു പഠന പ്രബോധീകരണം ചെയ്യണം, ആരോഗ്യപരമായ കാര്യത്തോട് ചേർത്തുകൊണ്ട് അത് നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. 26 സ്ഥിര രോഗികളായ രക്ഷണം. നമുക്കറിയാം, ധാരാളം സാന്ത്വന പഠനത്തിന് രക്ഷിതാക്കൾക്ക് വേണ്ടി രോഗികളായവരുണ്ട്, പാറാവേദനകളുണ്ട്, മറ്റ് ശാരീരിക വൈകല്യങ്ങളുണ്ട്. അത്തരം കുട്ടികളുടെ അത്തരം രക്ഷിതാക്കളുടെ മക്കൾ പക്ഷേ നല്ല പഠന നിലവാരം പുലർത്തുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് ആവശ്യമായ രക്ഷിതാക്കളുടെ പിന്തുണകൂടെ അധ്യാപകരുടെ വിദ്യാലയത്തിന്റെ ഭാഗത്തുനിന്ന് കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് പഠനയാത്രകൾ അല്ലെങ്കിൽ സാമ്പത്തിക ചെലവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കലാവേളകളിൽ, ശാസ്ത്രവേളകളിൽ, കായിക വേളകളിൽ ഈ കുട്ടിയെ ചേർത്ത് നിർത്തി താല്പര്യമുള്ള വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 27 ഭൂമിശാസ്ത്രപരമായ സവിശേഷത. തുരുക്കി, കലസി, കടുകുമണ്ണ, ഉള്ളി, അട്ടപ്പാടി ഏരിയയിൽ അവിടെ നമ്മൾ പക്ഷേ ഇന്റർനെറ്റ് സംവിധാനത്തിൽ ഇപ്പോൾ നിരീക്ഷിക്കാനും ഗവേഷണം ചെയ്യാനും പഠിക്കാനും കഴിയും. അപ്പോൾ ഓരോ പ്രദേശത്തിന്റെയും ഇടഫലം കഴിഞ്ഞ 10 വർഷം മുമ്പാണ് അവിടേക്ക് വൈദ്യുതി. അത്തരം കുഗ്രാമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൊഴിലുറപ്പുമായി നിരന്തരം ബന്ധപ്പെടുത്താൻ കഴിയാത്ത ഭാഗങ്ങളിൽ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവരെ കൂടെ അവരുടെ പരിമിതികൾ എന്തൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ അതെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സഹവാസ ക്യാമ്പുകൾ, പഠന ക്യാമ്പുകൾ, സ്കൂളുകളിലെ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാത്രി വൈകുന്നേരം വരെ ഇന്റൻസീവ് കോച്ചിങ് നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇവരുടെ വിദ്യാഭ്യാസം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. 28 സവിശേഷ ശ്രദ്ധയും പരിഗണനയും ആളുകൾ അറിയും. ഇവിടെ പറയാം, നമ്മൾ ശ്രദ്ധിക്കണോ എന്നുണ്ടെങ്കിൽ നാം ചെയ്യും. ഇവിടെ ശ്രദ്ധ വിടേണ്ട അവരൊന്നും അത് മറ്റൊന്നല്ല, വീട്ടിലെ പശ്ചാത്തലമുണ്ട്. അത് കുട്ടികളുടെ ഒരു ബിഹേവിയറിന്റെ ഭാഗം ഉൾപ്പെടെ വരുന്ന കുട്ടികളുണ്ട്. അത്തരം ആളുകളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. 29 വ്യക്തി വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ട് പഠനം ചെയ്യുന്നത്. എല്ലാ കുട്ടികളും എല്ലാ ഭാഷകളിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളിലും മിക്ക ആളുകളും ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ അവരുടെ ചിലര് കെമിസ്ട്രി ആയിരിക്കും, ഫിസിക്സ് ആയിരിക്കും. അങ്ങനെ ഓരോ വിഷയത്തിലുള്ള ഒരു ഭയപ്പാടുണ്ട്. കാലകാലങ്ങളിൽ മാറ്റി വരുന്നത് ചില പരീക്ഷകൾ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ പഠന മുന്നേറ്റം വ്യത്യസ്ത ഭാഷകളിൽ സംസ്കൃതം അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, മാത്സ് അങ്ങനെയുള്ള ഏത് വിഷയമാണോ അതിനെ മറ്റു വിഷയത്തോടും അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഷയത്തോടൊപ്പം ചേർത്ത് നിർത്തി നമുക്ക് ഒരു പ്രാഥമികമായ ഒരു എതിർക്കുന്ന സൂചനകളാണ് ചെയ്യാൻ പോകുന്നത്. തുടർച്ചയായിട്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്ന്. ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ അക്കാദമിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഗുണമേന്മ നേരത്തെ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനമാണ് ഇതിന്റെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത. നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ലോകകാര്യത്തിൽ നമ്മൾ മഴത്തുള്ളികൾ, നേർത്തുള്ളികൾ, അക്ഷരത്തുള്ളികൾ, അക്ഷരദേശം, അക്ഷരതീരം പറഞ്ഞ് പഠിപ്പിക്കുന്നു. കുറെ ആളുകൾ സ്കൂളുകൾ സമീപത്ത് വരുമ്പോൾ നമ്മുടെ പഴയ 50+ അല്ലെങ്കിൽ 40+ അധ്യാപകർ പഠിച്ച എന്ന് എഴുതിയ പാഠപുസ്തകം അവർ 380 വൈദ്യുതി വെച്ചു. കാരണം കുട്ടികളുടെ റൈറ്റിംഗ് സ്റ്റോക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അവർ ആദ്യം റാഗ് എഴുതണം, പിന്നെ പാത എഴുതണം, പിന്നെ അങ്ങനെ എഴുതി അവരുടെ ഗവേഷണം അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് ഏറ്റവും സ്വീകാര്യമായത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ഗുണമേന്മ അക്ഷരാഭ്യാസം വർദ്ധിപ്പിക്കുക. സ്ത്രീകളും അത്യാവശ്യം മലയാളവും അതുപോലെ ഇംഗ്ലീഷും ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ അടിസ്ഥാനപരമായി എഴുതാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. പഠനോത്സവങ്ങൾ മികവുറ്റത. പഠനോത്സവങ്ങളുടെ വൈവിധ്യം നമുക്കറിയാം. അപ്പോ ഇന്നലെ പഠനോത്സവങ്ങൾ നടത്തിയ വിദ്യാലയങ്ങൾക്ക് മുഴുവൻ ഗ്രാൻഡ് കൊടുത്ത് ബാക്കി സ്കൂളുകളെ ഞാൻ നോക്കിയപ്പോൾ ഇനിയും മലയാള ജില്ലയില് 75 സ്കൂളുകളിൽ 36 സ്കൂളുകൾ പഠനോത്സവം. 1000 രൂപ സ്കൂളിൽ കൊടുക്കുക. ഈ 1000 രൂപ വേണമല്ല നടത്താൻ സമയമില്ല. ഈ സമയത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ എന്താണ് ഈ പഠനോത്സവം? നമ്മുടെ നാട്ടിൽ എല്ലാം എഴുതി പരീക്ഷ നേരത്തെ ഡിസബിലിറ്റിക്ക്
സത്യതയിലെ മുഴുവൻ പ്രധാനാധ്യാപകരുടെയും ആവർത്തിച്ച് കണക്ക് ചോദിച്ച് വെറുപ്പിക്കുന്ന ഈ കർഷയിലെ ഒരു ദിവ്യരൂപത്തിന്റെ പേരാണ് PPC-യിലെ വർഷം. അപ്പൊ അതുകൊണ്ട് അത് പരമാവധി നമുക്ക് ഒഴിവാക്കാം. എന്നിരുന്നാൽ പോലും ഇവിടെ ഈ പഠനോത്സവങ്ങളുടെ മേഖലയിൽ പറയാതിരിക്കാൻ കഴിയും. ഞാൻ അതൊരു 2 സ്കൂളിൽ പഠനോത്സവത്തിന് ഒരേ ദിവസം ഒന്ന് കൃഷ്ണ അവര് ആ മാർച്ച് മാസത്തിൽ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 1, 2, 3, 4 കുട്ടികളുടെ വെക്കേഷൻ പ്രവർത്തനങ്ങൾ എന്തായാലും കുട്ടിയോട് തയ്യാറാക്കിയ മുഴുവൻ പ്രകാശനം അത് നല്ല ഗുണം. ആ തൊട്ടുകഴിഞ്ഞ ചെറുപാട് സ്കൂളിൽ ഭാഷണത്തിലൂടെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളുടെ ഈ കുട്ടികളെ എന്ന് വിചാരിക്കുന്ന പോലെ ഈ വർഷത്തെ മികച്ച കുട്ടികളെ കുറിച്ച് പാട്ട് പാടിയിട്ടുണ്ട്. അവര് പാദവാർഷിക മൂല്യനിർണ്ണയത്തിൽ ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് സീനിയർ ആ കുട്ടികളുടെ പ്രത്യേക പരിശീലനം കൊടുത്ത് വീണ്ടും അർദ്ധവാർഷിക മൂല്യനിർണ്ണയം കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് കുട്ടികൾ മുകളിലേക്ക് പോയി മാറ്റി നിൽക്കുന്ന കുട്ടികൾ അവർക്ക് വീണ്ടും ഊർജിത പരിശീലനം നൽകി ആ പിന്നോക്കം നിൽക്കുന്ന 96 കുട്ടികളിലെ ഏതാണ്ട് 76 കുട്ടികളാണ് എനിക്ക് മുന്നിലിരുന്നത് ഈ പഠനോത്സവം. അത് പക്ഷേ ഈ സമഗ്ര വിഭാവന ചെയ്തത് പറയാറുണ്ട് ഈ ഗ്രേഡ് ഇല്ലാതെ എല്ലാവർക്കും കിട്ടുന്ന ഗ്രേഡിന് തൊട്ട് മുകളിലുള്ള ഗ്രേഡിലേക്ക് എന്നത് രീതിയിലേക്ക് പ്രവർത്തിക്കും. അപ്പൊ ഈ പഠനോത്സവങ്ങൾ ഇതുപോലെ വേണ്ടിക്കൊണ്ടതാണ് എന്റെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം അവരുടെ ഒരു അവതരണത്തിന്റെയും നേരത്തെ പറഞ്ഞ പരിമിതികളുടെ ആത്മവിശ്വാസമാകുന്ന രീതിയിലേക്ക് നമുക്ക് മൂല്യനിർണ്ണയ രീതിയുടെ പരിഷ്കരണം. ഞാനത് വിശദമായിട്ട് ഈ സെഷൻ കഴിഞ്ഞ പറയുന്നത് ഞാൻ നിയമവാർക്ക് 8ാം ക്ലാസ് നമുക്കറിയാം കേരളം മുഴുവൻ ഒരു നിലവാരം ആ ലഘുലേഖ മൊത്തം വായിക്കുകയും ചെയ്തു. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലുള്ള ലഘുലേഖ എന്നുള്ള രീതിയിൽ അത് മുഴുവൻ ഞാൻ വായിച്ചു. അപ്പോഴാണ് നമുക്ക് എന്താണ് ഈ സമഗ്ര വിദ്യാഭ്യാസം മനസ്സിലാക്കുക. ആരും തോൽപ്പിക്കരുത്, പക്ഷേ തോൽപ്പിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും നേടേണ്ടത് ചെയ്തിട്ടാണോ അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ വർഷം 8ാം ക്ലാസ് നടപ്പിലാക്കും. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ മുകളിലേക്ക് വ്യാപിക്കുന്ന വിശദാംശകാരികളെ ഡിഒകളെ പറയുന്നത് ഞാൻ ബാധിക്കണം. 4ാമത് AI സാങ്കേതിക നമുക്കറിയാതെ വിദ്യാലയത്തിൽ ആദ്യമായിട്ടാണ് കൈസ് വഴി പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം കഴിഞ്ഞു, ഹൈസ്കൂളിലെ വിഭാഗം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പരിശീലനം കേവലം നേടിയെടുക്കുക മാത്രമല്ല അക്കാദമികമായും അധ്യാപക പരിശീലനത്തിനും ആർട്ടിഫിഷ്യൽ ഇവിടുന്ന് വരുന്ന മുഴുവൻ അധ്യാപക പരിശീലനവും AI ബേസ്ഡ് ആകുന്ന രീതിയിലേക്ക് അധ്യാപകരുടെ പരിശീലനം അത് തുടർന്ന് ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ICT സാഹചര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയിരുന്നു. എഴുന്നേറ്റ് പോകുന്ന കാലായികരുടെ മറുപടി എഴുതി അതുപോലെ രാജാരികളുടെ മുഴുവൻ ചിത്രങ്ങളും അങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി നടത്തുന്നുണ്ട്. അത്തരം പ്രതിഭാസങ്ങൾ നമ്മുടെ SITC-മാർ ക്ലാസ്സുകളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലേക്ക് മാറ്റി എടുക്കേണ്ടതുണ്ട്. 5ാമത് വിദ്യാഭ്യാസ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇന്നലെ കുറെ കാരണം പരീക്ഷ നടന്നുകൊണ്ടിരിക്കും. ഒരു സ്കൂളിൽ കുട്ടികളെ എന്താ വെച്ചാൽ ഈ ഇതൊട്ടാണ് പ്രശ്നം. SSK സംബന്ധിച്ച് പഠിക്കേഷന്റെ ശില്പചാർന്നതാണ്. പക്ഷേ പരീക്ഷ ഇത് രണ്ട് ഏജൻസി ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുള്ള ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ ഇതിനിടയിൽ പെടുന്ന നമ്മളെ കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുന്നു. വിദ്യാലയത്തിൽ നിന്ന് കാണുന്ന കുട്ടികൾ വരിക. അപ്പൊ അവരുടെ കണ്ടിജൻസി ഈ കുട്ടികളുടെ കാര്യക്ഷമമായ പരിശീലനം കൊടുക്കുന്നുണ്ട്. ആ സമയത്തല്ല നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് SSK, SCRP, NCRP, ലോക്കൽ ഗവൺമെന്റ് ഇവരെല്ലാവരും ചേർന്ന് ഒരു പഠന പദ്ധതി അല്ലെങ്കിൽ ഒരു ആസൂത്രണം ചെയ്യുന്ന സമയത്ത് നമ്മളതിന്റെ സമിതി രൂപീകരിക്കും. ഓരോ മാസവും ആ സമിതി രൂപീകരിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. പരീക്ഷ സമയത്തുള്ള പരിശീലനങ്ങൾ അങ്ങനെ വിദ്യാഭ്യാസ ഏജൻസികളുടെ ഒരു ഏകോപനം ഇതിന്റെ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. 6ാമത് ഗവേഷണ പ്രവർത്തനങ്ങളുടെ നമ്മൾ വിദ്യാലയങ്ങൾ സ്കൂളിൽ നിന്ന സമയത്ത് സ്കൂളിൽ അവിടെ കുറെ ടീച്ചർമാരും കുട്ടികളും പാതയെ എന്നൊരു പരിപാടിയുമായിട്ട് കുട്ടികളുടെ വീടുകളിലേക്ക് അവരെ അവരുടെ നാട്ടിക പശ്ചാത്തലം മനസ്സിലാക്കി പ്രത്യേക വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളെ ചേർത്തുപിടിക്കുന്നതിന്റെ ഭാഗമായി അതൊരു നമ്മൾ പരിശീലനത്തിൽ പഠിച്ചാൽ ക്രിയാഗവേഷണം ആക്ടിവിറ്റീസ് അതുപോലെ ചില പ്രത്യേക പരിപാടികൾ വിദ്യാലയത്തിന്റെ ഫീഡിംഗ് ഏരിയകളിൽ നടത്തേണ്ടിയിരിക്കും. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 7 PTA സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമാണ്. അധ്യാപക രക്ഷാകർതൃ സമിതികളുടെ നമുക്ക് എപ്പോഴും അറിയാം വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കണം. വാർഷിക പരിപാടികളോ മറ്റു വിദ്യാഭ്യാസ പരിപാടികളോ അധ്യക്ഷ പദവിയിലേക്ക് മാത്രമല്ല
ആ വിദ്യാലയത്തിന്റെ സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എവിടെയാണോ നമുക്ക് PTX അംഗങ്ങളുടെ സഹായം ആവശ്യമുള്ളത് അത് തയ്യാറാക്കുന്ന ആളുകൾ മറ്റ് ഭിന്നതകൾ വന്നതുകൊണ്ട് അത്ര വളരെ ചേർത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ അപേക്ഷ ചേർത്ത് പിടിക്കുക എന്നുള്ളതിന്റെ എട്ട് ഇതര വകുപ്പുകൾ ഉപയോഗിക്കുക ജനകീയ സമിതികൾ ICDS അതുപോലെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ആശാവർഷമുള്ള ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഇതൊക്കെ ചേർത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കുമ്പോൾ സമഗ്രമായ രീതിയിൽ ആസൂത്രണം ചെയ്യണം ഒമ്പത് അക്കാദമിക മോണിറ്ററിംഗ് ശക്തിപ്പെടുത്തുക സ്ഥലത്ത് പറയേണ്ടതല്ല നമ്മൾ പഠിക്കുന്ന കാലത്ത് AUDO നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും കാലത്ത് ഒന്നാണ് എന്തായാലും പാസ്വേഡ് തവണ നമ്മുടെ വിദ്യാലയത്തിൽ എത്തുമെന്നുള്ള രീതിയിൽ ആ ക്ലാസ് മോണിറ്ററിംഗ് പറയുന്നത് ഞാൻ മാധ്യമങ്ങൾ ശക്തിപ്പെടുത്തും അതില് ഈ അക്കാദമിക മോണിറ്ററിംഗിന്റെ മാറ്റം സമഗ്ര വിദ്യാഭ്യാസത്തെ വിഭാവനം ചെയ്ത് ഡിജിറ്റൽ മോണിറ്ററിംഗ് ഉണ്ടാവുന്നു നമ്മള് രാവിലെ ഫസ്റ്റ് ബയോളജി ആണെങ്കിൽ ഇന്ന് സമഗ്രമായിട്ട് നമ്മളെ DCML അപ്ലോഡ് ചെയ്തത് ആ സമയത്ത് ഇൻസ്പെക്ടർ DCML ആണോ അപ്ലോഡ് ചെയ്തത് അങ്ങനെ നമുക്കൊരു ഡിജിറ്റൽ റെക്കോർഡ് ഓരോ അധ്യാപകരും ക്ലാസ് മോണിറ്ററിംഗിന്റെ ഭാഗമായ ഡിജിറ്റൽ റെക്കോർഡ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും പാഠം പഠിപ്പിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വിദ്യാഭ്യാസ ഓഫീസർമാരൊക്കെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് നമ്മള് BFMS വന്നപ്പോൾ എന്താണ് നിർമ്മല സീതാരാമന് ഇത് KTM സ്കൂളിൽ 8ാം ക്ലാസ്സിൽ എത്ര പേര് ഉച്ചഭക്ഷണം കഴിക്കുന്നു അവിടെ നിന്ന് നോക്കിയാൽ അത് ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വ്യാപനം അതേപോലെ നമുക്ക് ശരീരത്തിലിരുന്ന് KTM സ്കൂളിൽ 9ാം ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നു ചിലപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് മോണിറ്ററി ഡിജിറ്റലായിട്ട് ശക്തിപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് 10 മുഖാമുഖ പഠന പരിപാടി ശക്തിപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ആശയം പ്രത്യേകിച്ച് കുട്ടികൾ നമ്മൾ എത്ര ഇതായി കഴിഞ്ഞാലും നമ്മൾ യൂട്യൂബിലായാലും ഡിജിറ്റൽ രീതിയായാലും കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാൽ മുഖാമുഖം സംസാരിക്കുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങളെ റെക്കോർഡ് ചെയ്തിരുന്നു ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾ എനിക്കും ആസ്വദിക്കുന്നത് എന്റെ വാക്കുകൾ കേൾക്കുന്നതിലോ നിങ്ങൾ ചില തരാണെന്ന് ചില ചിരിക്കുന്നത് ചില അംഗീകരിക്കുന്നത് ചില ആലോചിക്കുന്നത് അപ്പൊ ആ മുഖാമുഖം വളരെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് സമഗ്ര പഠന പുരോഗതി പഠന പുരോഗതിയിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ട് 5ാം ക്ലാസ്സിന്റെ കഴിഞ്ഞ 5ാം ക്ലാസ് പഠിക്കോട്ടെ ഈ ആളിക്ക് കുട്ടികൾക്ക് അവിടെ ഈ ഇവരെല്ലാം സയൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇവരെല്ലാം മാത്സ് പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ച അടുത്ത ടീച്ചർക്ക് അത് മാറി നമ്മളൊരു ഹിസ്റ്ററി പ്രോഗ്രസ് കാർഡ് നടത്തുക അതായത് 1ാം ക്ലാസ്സിലെ കുട്ടി എന്തൊക്കെ നേടി അത് 2ാം ക്ലാസ്സിലേക്ക് കുട്ടി 2ാം ക്ലാസ്സിലെ ടീച്ചർ അതങ്ങനെ UP LP അങ്ങനെ ഹൈസ്കൂൾ തലത്തിൽ വേണ്ടി കുട്ടി ക്രമാനുഗതമായി നേടുന്ന എഴുത്ത് വായന പരീക്ഷണം ഗവേഷണം സംബന്ധിച്ചിലേക്ക് പഴയ പ്രോഗ്രസ് കാർഡിന്റെ വേറൊരു പഠന പുരോഗതി രേഖ 12 പരീക്ഷാഫലം മാത്രമല്ല വ്യത്യസ്ത മേഖലകളിലുള്ള കഴിവുകളും കുട്ടിക്ക് എഴുത്ത് പരീക്ഷ മാത്രമല്ല മറ്റു രീതിയിൽ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ചെയ്യുന്ന കോക്കരിക്കുലർ ആക്ടിവിറ്റി കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ CE പെട്ടെന്ന് വിലയിരുത്തൽ പ്രക്രിയ ഡിജിറ്റലാകുന്ന സംവിധാനം നമ്മളിപ്പോൾ ലീപ്പിന്റെ ഒരു ടെസ്റ്റ് അപ്പൊ അതില് എനിക്ക് തോന്നുന്നു 12 കുട്ടികൾക്ക് നമ്മൾ നേരത്തെ ഒരു പരീക്ഷ നടത്തി ആ പരീക്ഷയ്ക്ക് കുട്ടികൾ ഉത്തരം എഴുതുന്നതിന് ഒരു ഡയഗ്രം പ്രസന്റേഷൻ ഡിജിറ്റലായിട്ട് നമുക്ക് റിസൾട്ട് ആ റിസൾട്ട് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ചില കുട്ടികൾക്ക് പാചകം വളരെ ഇഷ്ടമാണ് ചില ഫുട്ബോൾ അല്ലെങ്കിൽ കലാപരമായി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അപ്പോ ഒരു 40 ചോദ്യം കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടി അതിന് വസ്തുനിഷ്ഠമായി ആൻസർ ചെയ്യുകയാണെങ്കിൽ ഉത്തരം എഴുതുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലായി ആ കുട്ടി ഏത് കരിയർ ഗൈഡൻസ് ആണ് കുട്ടി ഏതാണ് തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് തിരഞ്ഞെടുക്കണം അത് കഴിഞ്ഞ ഡിജിറ്റൽ ഡയഗ്രം ആ രീതിയിലേക്ക് ഓടുന്നതിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ് 14 PE പരിഷ്കരണം പരീക്ഷയുടെ കാര്യത്തിന്റെ കാര്യമാണ് അത് സൂചിപ്പിക്കും 15 8 9 10 പൊതുപരീക്ഷകൾ സബ്ജക്ട് ഈ വർഷം എട്ടിലും അടുത്ത വർഷം 16 ആക്ഷൻ ക്രിയാഗവേഷണം അതിൽ ഉൾക്കൊള്ളിക്കുന്ന 2 കാര്യങ്ങൾ പ്രാദേശിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂം അക്കാദമിക പ്രവർത്തനങ്ങൾ ഇത് ക്രിയാഗവേഷണത്തിന്റെ ഭാഗമാണ് കുട്ടിയെ പറ്റി പഠിക്കൽ മാത്രമല്ല പ്രാദേശിക വിദ്യാഭ്യാസ പ്രദേശത്ത് നിൽക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റി സെക്ഷന്റെ ഭാഗമായി അതിന്റെ കേന്ദ്രമാക്കണം ക്ലാസ് റൂമിലെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ സംബന്ധിക്കണം ഈ ക്രിയാഗവേഷണം പ്രായോഗികമായി നടപ്പിലാക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആക്ഷൻ റിസൾട്ട് നടപ്പിലാക്കുക എന്നുള്ളത് SRU യുടെ
മീറ്റിങ്ങുകളിൽ എന്താണെന്നുള്ളത് അതിന്റെ പരിഹാര ബോധനമോടോ അല്ലെങ്കിൽ നമ്മുടെ വെറുതെ ടീച്ചിങ്ങുകളോ അധിക സമയം പരിശീലനം കൗൺസിലിംഗ് ആവശ്യമാണോ ഇതിന്റെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് 17 അധ്യാപക പരിശീലന ശാസ്ത്രീയമായി പഠിക്കും. നമുക്ക് രാവിലെ വരാൻ വൈകുന്നേരം തിരിച്ചു പോകാൻ അത്തരം ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നപ്പോൾ നമ്മള് ക്ലാസ് റൂമിൽ നമ്മൾ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അത് മറ്റു വിദ്യാലയങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയും ഇവിടുന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ പുതിയതായി ഡിജിറ്റലായിട്ടോ സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ നമുക്ക് നേടിയെടുക്കുന്ന രീതിയിൽ അധ്യാപക പരിശീലനം പരിഷ്കരിക്കും. 18 നവ അധ്യാപകരുടെ കരിക്കുലം പരിശീലനം വളരെ പ്രധാനപ്പെട്ട വിഭാവനം ചെയ്ത 2003 കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ടുള്ള പാഠപുസ്തകം 12 ദിവസം നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വർഷം പാഠപുസ്തകം മാറിയുള്ള സ്വാഭാവികപ്പെട്ടതിന്റെ ചെറിയ പുസ്തകങ്ങൾ വന്നത് 1ാം ക്ലാസ്സിലെ ടീച്ചർമാരായിട്ട് മാറി 17 പാഠങ്ങൾ ഈ പുസ്തകമാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ കണ്ടന്റുമായി വന്നത് അത് ചുരുക്കുന്നതിനെ പറ്റി നോക്കാറുണ്ട്. അപ്പോ 10 വർഷം മുമ്പ് ഡിഗ്രി ചെയ്യും അല്ലെങ്കിൽ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അവ സർവീസിൽ വരുന്നത് മക്കളുടെ കൂടെ കഴിയും. ഇപ്പൊ പഠിക്കുന്ന കാലത്ത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആവില്ല, അന്നത്തെ ടീച്ചറുടെ എഡ്യൂക്കേഷൻ മെത്തേഡ് ആവില്ല, അന്നത്തെ ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് മെത്തേഡ് ആവില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? ആ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ ആയിട്ട് നമ്മൾ പരിശീലനം 4 ദിവസം 3 ദിവസം പഠിക്കുന്നത് പാലക്കാട് വെച്ചിട്ട് പുതിയ PSC കുട്ടികൾക്ക് കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് ക്ലാസ് റൂം കണ്ടിട്ടില്ല അത്ര പാടുകൾ പരിശീലനം അവരെ നമ്മുടെ ഈ കരിക്കുലം പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കരിക്കുലം എന്ത് ലക്ഷ്യത്തിലാണോ ഈ വിഭാവനം ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ പാഠാസൂത്രണം നടത്തേണ്ടത്. ക്ലാസ് മുറിയിൽ നമ്മൾ അധ്യാപകരാണ് കരിക്കുലം പരിശീലനം നൽകുകയാണ്. 19 വിവിധ സമിതികൾ രൂപീകരിക്കുക. ഈ സമിതികൾ രൂപീകരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചപോലെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, അലുമിനി അസോസിയേഷൻ, പൂർവ്വധ്യാപക സംഘടന, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക കൂട്ടായ്മ, നാട്ടുകൂട്ടം, വായനാകൂട്ടം, എഴുത്തുകൂട്ടം, അങ്ങനെയുള്ള സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സാക്ഷരത ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെ സാക്ഷരതാ പ്രേരകർ ഉൾപ്പെടെ അവരെ കൂടി ചേർന്ന് വിദ്യാഭ്യാസത്തിന്റെ ലോകാവസ്ഥ പരിഷ്കരിക്കാനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചില ധാരണകൾ നമുക്ക് ഉണ്ടാവേണ്ട ചില ധാരണകൾ. ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തലത്തിലും സ്കൂൾ തലത്തിലും 6 തലത്തിലാണ് സമിതികൾ. ഒന്ന് ജില്ലാ തലം, അത് കാറ്റഗറി മറ്റൊന്ന് ബ്ലോക്ക് തലം. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് ഉപജില്ലയെ സംബന്ധിച്ച് മണ്ണാർക്കാട്, അട്ടപ്പാടി, ശ്രീശൂർ ബ്ലോക്കുകൾ മാറും. ബ്ലോക്ക് തല കാരണം ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലോക്കിലൊക്കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ഇതിലേക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം മറ്റു രീതിയിൽ കോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് തലത്തിലേക്ക് അതിന്റെ ക്രമീകരണം. മറ്റൊന്ന് LP-UP നമുക്കറിയാം, സ്വതന്ത്ര LP-UPയുടെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ. അപ്പൊ അവർക്ക് ഇതിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്ലാൻ ഫണ്ട് വെക്കുന്ന സമയത്തൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പല വിദ്യാലയങ്ങളും NSSന്റെ പരിശീലനത്തിന് 50,000 രൂപ, വിദ്യാഭ്യാസത്തിന്റെ പരിശീലനത്തിന്, അതുപോലെ കരിമ്പ ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് ഞാൻ കഴിഞ്ഞ സമയത്തുമ്പോൾ കരിമ്പ പഞ്ചായത്ത് ആ സ്കൂളിലേക്ക് അപ്പൊ അത്തരം കാര്യങ്ങൾ ഭൗതിക സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടി ആലോചിച്ച് സ്കൂൾ തലത്തിലേക്കാണ് നമ്മൾ രൂപീകരിക്കുന്ന കാര്യം ചെയ്യും. അതിനുശേഷം കൺവെർജൻസ് യോഗം പഠനയോജന നടന്നു. പെട്ടെന്ന് PC യോഗങ്ങൾ ബ്ലോക്ക് തലത്തിലെ കഷ്ടത. അതുപോലെ തന്നെ ശില്പശാലകളായി ചേരേണ്ട യോഗം. ഈ പറയുന്നത് പോലെ പ്രാഥമികമായ ധാരണ ഒരുപക്ഷെ പ്രധാനാധ്യാപകർക്ക് കേട്ട പറ്റിയിട്ടുള്ളൂ. അതുപോലെ ശില്പശാല നമുക്ക് നടത്തണം. എങ്ങനെ 4 ഘടകങ്ങൾ. ഒന്ന് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം, എല്ലാ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും. 2 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെല്ലാം ജില്ലയിൽ. 3 കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പ്രതിനിധികളുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെ. 4 ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇങ്ങനെ 4 ശില്പശാലകൾ നമ്മൾ ജില്ലാ തലത്തിൽ സംഘടിപ്പിക്കേണ്ടത് ഉയർന്ന തലങ്ങളിൽ. മറ്റൊന്ന് 5ാമത് വിദ്യാഭ്യാസ ഓഫീസർമാരുടെ സംയുക്ത യോഗം. ആ യോഗം ജില്ലാ തലത്തിൽ പോകുന്നത് നമ്മളെ സംബന്ധിച്ച് ജില്ലാ തലത്തിൽ നടക്കുമ്പോൾ 13 ഉപജില്ലകൾ, അട്ടപ്പാടി ഉൾപ്പെടെ 12 ഉപജില്ലകൾ, അതുപോലെ 13 BRC-കളും ആ DTC-മാര്, വിദ്യാഭ്യാസ AEO-മാര്, DEO-മാര്, TD ഉൾപ്പെടെ, SSK ഉൾപ്പെടെ, CMAC ഉൾപ്പെടെ, ഗൈഡ്സ് ഉൾപ്പെടെയുള്ള സമഗ്രമായ കാര്യങ്ങൾ 6 പ്രധാനാധ്യാപകർ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത യോഗം വിളിക്കുന്ന സമയത്ത് ഇതിന്റെ അജണ്ടയായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ സംശയിക്കുള്ളൂ. ആ ചേർന്ന അംഗങ്ങളുടെ മിനിറ്റ്സോ നമുക്ക് ചെയ്യേണ്ടി വരും.
അതില് ജില്ലാതല പ്രവർത്തന പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനാധ്യാപകരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള പരിശീലനം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇവിടെ ജോലി കൺവീനർമാര് ചുമതല വഹിച്ച മാറി ഈ ഒരു പക്ഷേ ഹൈസ്കൂളിലും യു പിയിലും ഏറ്റവും കൂടുതൽ കൺവീനർ എന്ന രീതിയിൽ സമഗ്ര ഗുണമേന്മ പദ്ധതിക്ക് ചുമതലയുള്ള ഒരാളെ കണ്ടെത്തി അത് ക്രോഡീകരിച്ച് ബ്ലോക്ക് തലം ബി ആർ സി തലം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രധാനാധ്യാപകർ ബി ആർ സി ഈ പരിശീലനങ്ങൾ എങ്ങനെ നടത്തുന്ന രീതിയിൽ പിന്നീട് നടത്തേണ്ടതുണ്ട്. മറ്റു വകുപ്പുകളുടെ ഏകോപനം നേരത്തെ സൂചിപ്പിച്ചത് ICDS, ആശാവർക്കർ, അതുപോലെ തന്നെ SCRT, SCRT ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ഏകോപനം. PTA, MPTA, SMC, SSC ബ്ലോക്ക് തല യോഗം ഓരോ ബ്ലോക്കിന് കീഴിൽ വരുന്ന SMC ചെയർമാൻമാരും അതുപോലെ PTA പ്രസിഡന്റുമാർ, MPTA പ്രസിഡന്റുമാർ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അധ്യാപക സംഘടനയിൽ ജില്ലാ തലത്തിലും പ്രവർത്തനം QAP തലത്തിൽ എല്ലാ ജില്ലാതലത്തിലും QAP ഉണ്ട്. അതുപോലെ ഉപജില്ലാതലത്തിലും അധ്യാപക സംഘടനാ നേതാക്കളെ അംഗീകാരമുള്ള അധ്യാപക സംഘടനാ നേതാക്കളെ വിളിച്ച് അവരുമായി SRG കൺവീനർമാരുടെ യോഗം ബ്ലോക്ക് തലത്തിൽ ഓരോ വിദ്യാലയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ബ്ലോക്ക് തലത്തിലെ SRG കൺവീനർമാരുടെ യോഗം. മറ്റ് യോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്ന് കുടുംബശ്രീ, 2 ഗ്രന്ഥശാല, 3 സന്നദ്ധ സംഘടന, വിദ്യാഭ്യാസ വിദഗ്ധർ വിദ്യാലയത്തിന് പരിധിയിലുണ്ടാകുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള പ്രൊഫസർമാർ, ലെക്ചർമാർ, വിദ്യാഭ്യാസ ലെക്ചർമാര്, അല്ലെങ്കിൽ വാർത്താ ഗവേഷകർ, സാഹിത്യകാരന്മാർ അവരെ നമ്മൾ ചേർക്കേണ്ടത്. മറ്റ് ക്ലബ്ബുകൾ ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ക്ലബ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അഫിലിയേഷൻ ക്ലബിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 12 മാർച്ച് ഏപ്രിൽ മാസത്തിലെ കലണ്ടറിൽ മാർച്ച് നോക്കിയതാണ് കഴിയണം. ഏപ്രിൽ മെയ് മാസം അവധിക്കാല പരിശീലനം അവധിക്കാല പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഈ അവധിക്കാല പഠന വിനിയോഗം നേരിടുന്ന കുട്ടികൾക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ചില സവിശേഷ ശ്രദ്ധ നേടേണ്ട മേഖല ഗോത്രവർഗം, തീരദേശം, ഭിന്നശേഷി, പഠനം ആ ഭാഗം നമ്മൾ പറയേണ്ടതില്ല. അവർക്ക് പ്രത്യേക വകുപ്പുകൾ തയ്യാറാക്കി നമ്മൾ അവരോട് ചേർന്ന് അവന സംരക്ഷണം പ്രധാനാധ്യാപകർ എത്ര കുട്ടികളെ ചെയ്യും അതിന് 26 അവിടുത്തെ അവസ്ഥ എന്താണ് കൃത്യമായി കോൺഫിഡൻസ് ചെയ്ത് സ്റ്റേറ്റിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയുണ്ടാക്കുക. അവന സംരക്ഷണം വളരെ പഠനോത്സവങ്ങളിൽ നടത്തിയ പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ചത് തിരുവനന്തപുരം പഠന പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി നമ്മൾ നേരത്തെ കൊണ്ടുപോലെ ഡിജിറ്റൽ ഡയഗ്രാം നടത്തിയിട്ടുണ്ട്. കുട്ടിയുടെ അഭിരുചി ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. കുറച്ച് വഴി നോക്കി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക കുറച്ചുകൂടെ ചേർന്ന ഒരു വിഭാഗത്തിലാണ് നമ്മൾ പഠന വാർഷിക മൂല്യനിർണ്ണയത്തിന്റെ ചോദ്യപേപ്പർ നൽകുന്നതിനായി നടത്തുന്ന ഒരുപാട് സമയം ഞാൻ എല്ലാ പേപ്പർ നോക്കുക എന്നത് വളരെ സ്വാഭാവികമാണ്. എന്നിരുന്നാൽ പോലും ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഈ പേപ്പറുകൾ പൂർണ്ണമായി അദ്ദേഹം നോക്കുന്നില്ല എന്നൊരു തരത്തിലേക്ക് എത്തിയോ എന്ന് ഇതിന്റെ സമിതിയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ ഒന്ന്, സംസ്ഥാന തലത്തില് ഇതിന്റെ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷൻ DG അതിന്റെ കൺവീനർ അതാണ് സംസ്ഥാന തല. അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് SCRT ഡയറക്ടർ, SSK സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ, PEO കൈറ്റ്, SI ഡയറക്ടർ, CBAT ഡയറക്ടർ, വിദ്യാഭ്യാസ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ, ADK അംഗങ്ങൾ. ഇത്രയും പേരാണ് ഇതിന്റെ സംസ്ഥാന സമിതിയിൽ അവരുടെ കൺവീനർ DG ആണ്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി സംസ്ഥാന സമിതി. ജില്ലാ തലത്തിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട DD അതിന്റെ ചെയർമാനായിരിക്കും. കൈറ്റ് പ്രിൻസിപ്പൽ RDD AD അവർ അതിന്റെ അംഗങ്ങളാണ്. കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ, വിദ്യാഭ്യാസ മിഷൻ കോർഡിനേറ്റർ, SSK ജില്ലാ കോർഡിനേറ്റർ, ഇത്രയും പേര് ഇതിന്റെ ജില്ലാതല സമിതിയിലെ അംഗങ്ങളാണ്. ഇനി ബ്ലോക്ക് തലത്തിലേക്ക് അതില് അധ്യക്ഷൻ AD. പക്ഷെ നമ്മൾക്ക് 13 വിദ്യാഭ്യാസ 12 വിദ്യാഭ്യാസ ജില്ലകളിൽ പാലക്കാട്, ഒറ്റപ്പാലം, 3
വിദ്യാഭ്യാസ ഡിഇഒ ഉൾപ്പെടുന്ന ഉപജില്ലകൾ. അപ്പൊ അവിടെ അതിന്റെ ചെയർമാനായിട്ട് ഡിഇഒ, ബാക്കി വരുന്ന 30 ഉപജില്ലകളിൽ ഉണ്ടാവും. ഇതിന്റെ ചെയർമാൻഷിപ്പിൽ ഭാഗത്തുള്ള വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് അതിന്റെ ചെയർമാൻഷിപ്പ്. SSKയുടെ TTC ഉൾപ്പെടെ TTC കൈക്ക് പ്രതിനിധി അതിന്റെ ബ്ലോക്ക് തല സമിതിയുടെ അംഗങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഗുണമാക്കിയാൽ വേണ്ടി നമുക്ക് നമ്മുടെ പഞ്ചായത്തുകൾ നൽകുന്ന സമിതികൾ ഉപയോഗിക്കുന്നത്. അതിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, വിദ്യാഭ്യാസ സമിതികൾ അതാത് പ്രദേശത്തെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ സപ്പോർട്ട് വരും. രണ്ടിടയിൽ നമുക്ക് അത് ആത്മകൂടിയ മനസ്സിലാക്കേണ്ടതുണ്ട്. 1-2 കാര്യങ്ങളുണ്ട്. സ്കൂൾ തലത്തിൽ നമ്മൾ ചെയ്യുന്നു സംഘടനാപരമായ കാര്യങ്ങൾ. സ്കൂൾ തല ജനകീയ സംഘീയ സംഘടന, സ്കൂൾ തല ജനകീയ നേതാക്കൾ SLC, SSC ഉൾപ്പെടെ FPTA ഉൾപ്പെടെ അവിടുത്തെ പ്രാദേശികമായ ഘടകങ്ങൾ അതിന്റെ സംഘാടനം. പക്ഷേ PTA അക്കാദമിക സ്കൂൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുന്നത് SRG. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ പിന്തുണ സംവിധാനങ്ങളും തരുന്നത് വിദ്യാലയത്തിന്റെ പിന്തുണ സംവിധാനമാണ്. അതിന്റെ റിസോഴ്സ്ഫുൾ ആയിട്ട് ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് നമുക്ക് പോകാം. അത്തരം കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ അങ്ങോട്ടുണ്ടാകുന്നത് SRG തലത്തിലാണ് ആ നിർദ്ദേശങ്ങൾ. ബന്ധപ്പെട്ട സമിതികൾ ചുരുങ്ങിയത് മാസത്തിൽ ഒരിക്കൽ യോഗങ്ങൾ ചെയ്യുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന്റെ മിനിറ്റ്സ് മാസത്തിലൊരിക്കൽ വിദ്യാലയത്തിൽ വരുമ്പോൾ ഇനി SSK അല്ലെങ്കിൽ AEO, DEO പരമാവധി പരിശോധിക്കുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ സമിതിയുടെ മിനിറ്റ്സ് ആയിരിക്കും. മാസത്തിൽ ഒരു തവണ ഗുണമേന്മ യോഗങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ ഏജൻസികളും ഇത് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നേടിക്കൊടുക്കണം. ഇതിനായി പൊതുപ്രവർത്തകർ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതില് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉൾപ്പെടെ എല്ലാം ചെയ്യും. 2 ശനിയാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച അല്ലെങ്കിൽ എല്ലാ അവസാനത്തെ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും ആ ഒരു രീതിയിലേക്ക് പ്രവർത്തനക്കാരുണ്ട് നമ്മളിത് അഡ്രസ് ചെയ്ത് പോകണം. പ്രവർത്തന പരിപാടികൾ സ്കൂളുകളിലും ക്ലാസുകളിലും നിർവഹിക്കുന്നത്